$175 മില്യൺ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കിയത്. കേൾക്കുമ്പോൾ അത്രയും ഞെട്ടലൊന്നുമില്ല, കാരണം സൂപ്പർമാൻ സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കിയത് 225 മില്യൺ ആയിരുന്നു. പക്ഷേ സൂപ്പർമാൻ അത്യാവശ്യം ഹിറ്റായിട്ട് നടന്ന് ഓടിയ ഒരു സിനിമയും കൂടിയാണ്. ഒരു ഫ്രഷ് യൂണിവേഴ്സിന് ജെയിംസ് ഗൺ വന്ന് ഡയറക്റ്റ് ചെയ്ത ഒരു മൂവി. അതിൻ്റെ ഒരു സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് സൂപ്പർ ഗേൾ വന്നിരിക്കുന്നത്. സൂപ്പർമാൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിലും മറ്റു സീൻസിലൊക്കെ കാണിക്കുന്നുണ്ട് സൂപ്പർ ഗേളുടെ ക്യാരക്ടർ കക്ഷി എങ്ങനെയാണെന്നുള്ളത്. ഒരു ഫണ്ണി ടൈപ്പായിട്ട് അവിടെ ഇവിടെ ആയിരുന്നു ഒരു പ്രത്യേക സാധനം. കാരണം ഇതിന് മുൻപ് ഫ്ലാഷ് ഇറങ്ങിയപ്പോഴും അതിൽ കാണിച്ച സൂപ്പർ ഗേൾ വേറൊരു യൂണിവേഴ്സിൽ നശിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണിച്ചു, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരെണ്ണം. ഇത് ഇത്തിരി ഭയങ്കര ഒരു കോമിക്കായിട്ട് ഒരു പട്ടിക്കുട്ടിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഐറ്റം. സോ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് കക്ഷി എങ്ങനെയാണ് വന്നത്, കക്ഷി എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് എന്നുള്ള കാരണമൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ റിവ്യൂസൊക്കെയാണ് ഏറ്റവും മോശമായിട്ടുള്ള റിവ്യൂ ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കാസ്റ്റിംഗ് സൂപ്പറുകളായിട്ട് കാസ്റ്റ് ചെയ്യേണ്ടത് ഈ കക്ഷിനായിരുന്നില്ല. ഈ കക്ഷി ഭയങ്കര മോശമാണ്, ഇതല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ഇങ്ങനത്തെ ഒരു സൂപ്പർ ഗേൾ മൂവി അല്ലെങ്കിൽ സൂപ്പർ ഹീറോ മൂവി എന്ന കാറ്റഗറി തന്നെ വെക്കാൻ പറ്റില്ല എന്നതാണ് ഒരു മോശം റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഗ്രാഫ് നോക്കുമ്പോൾ താഴത്തേക്കാണ് പോകുന്നത്. എന്നിരുന്നാലും എനിക്ക് ഈ സാധനം ഒന്ന് കാണാൻ തോന്നി. കാരണം അറിയാമല്ലോ, DC കോമിക്സിൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ മാവൽസിൻ്റെയൊക്കെ കോമിക് ബേസ് ചെയ്തിട്ടുള്ള സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും കാണാതിരിക്കാൻ തോന്നില്ല. ഞാൻ പോയി കണ്ടു. ആൻഡ് ആസ് യൂഷ്വൽ അവർ പറയുന്ന പോലെ തന്നെ കൊറിയോഗ്രാഫി ഭയങ്കര ഫാസ്റ്റ് പേസിലാണ് ആക്ഷൻസൊക്കെ നടക്കുന്നത്. ലൈക്ക് നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. ലൈക്ക് ആ കക്ഷി ഇങ്ങനെ എറിയുമ്പോഴും ക്യാമറ പിന്നെ അങ്ങനെ റിവോൾവ് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, ആരൊക്കെ ചത്തിട്ടുണ്ട്, അത്ര തന്നെ. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നിയോൺ ലൈറ്റ്സാണ്. RGBയുടെയൊക്കെ ഫൈറ്റ് സീൻസൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരണം ഈ ഒരു കഥ മൊത്തം റിവോൾവ് ചെയ്യുന്നത് കക്ഷി പല പ്ലാനറ്റ്സിലൊക്കെ പോയിട്ട് അവിടെ ചില കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് കൂടുന്നതും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലേഴ്സാവും. കാരണം ഓൾറെഡി മൂവിയുടെ ഡീഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്ലോട്ട് കൂടി പറഞ്ഞത് സ്പോയിലേഴ്സ് ആക്കുന്നില്ല. കാണണം തന്നെയാണ് എൻ്റെ അഭിപ്രായം പറയുന്നത്. കാരണം സൂപ്പർ ഹീറോ മൂവി ആസ് യൂഷ്വൽ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം, മറ്റുള്ളവർ മോശമായി പറയണതുകൊണ്ട്. ബട്ട് എന്നിരുന്നാലും എനിക്ക് ഏറെക്കുറെ ഇഷ്ടപ്പെട്ടു സൂപ്പർ ഹീറോ മൂവി ആയതുകൊണ്ട്. ആൻഡ് മോറോവർ അക്വാമാൻ്റെ ആ ഒരു ക്യാരക്ടർ റീപൊസിഷൻ ചെയ്ത് ജേസൺ മൊമോനെ ലോബോ എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് എത്തിക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് തുടക്കത്തിൽ തന്നെ നമ്മളെല്ലാവരും ജേസൺ മൊമോ കണ്ടത് ലോബോ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ടായിരുന്നു. കാരണം അക്വാമാൻ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കക്ഷിനെ ലോബോ ആയിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ പണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഏറെക്കുറെ എല്ലാവരും മനസ്സിൽ വച്ചതും ജേസൺ മൊമോ ലോബോ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ടായിരുന്നു. അതായിട്ട് നല്ല മാച്ച് ചെയ്ത് പോകുന്നുണ്ട് പുള്ളിക്കാരൻ. പക്ഷേ ട്രെയിലറിലെ പോലെ സീൻസ് ഒരുപാടൊന്നുമില്ല. 3-4 സീൻസ് ലോബോ വന്നിട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് കൂടുതൽ റിവോൾവ് ചെയ്യുന്ന 3 ക്യാരക്ടേഴ്സാണ്. വില്ലൻ, സൂപ്പറുകൾ, പിന്നെ ആ ഒരു കത്തി പിടിച്ച് നടക്കുന്ന ആ ഒരു കക്ഷി. കഥ മൊത്തം അതിന് ചുറ്റിപ്പറ്റിയിട്ടാണ് നടക്കുന്നത്. സൂപ്പർമാനൊക്കെ എന്നൊരു ക്യാമിയോ പോലെ അവിടെ ഇവിടെ വന്ന് പോകുന്നുണ്ട്. ഇങ്ങനെ കഥ മൊത്തം സൂപ്പറുകളുടെ പിന്നിലാണ് നടക്കുന്നത്. കഥ കുറിച്ച് നമ്മൾ പറയുന്നില്ല. കോമിക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ആക്ച്വൽ വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് ജെയിംസ് ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് അത്രയും കൂടി ഏറ്റിട്ടില്ല. വുമൺ ഓഫ് ടുമോറോ എന്ന് പറഞ്ഞ കോമിക്കാണ്, അതിൻ്റെ വിഷ്വൽ പ്രസൻറ്റേഷനാണ് ഈ ഒരു മൂവി ശ്രമിച്ചത്. പക്ഷേ ഉന്നം വച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ടും അങ്ങനെയാണ് കണ്ടിരിക്കാൻ തോന്നി. മോശമായിട്ടുള്ള അഭിപ്രായം എനിക്ക് പറയാനില്ല ഈ പടത്തെ കുറിച്ചിട്ട്. ബട്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിന് വേണ്ടി സിനിമ കാത്തിരിക്കുക, എനിക്ക് ഓടി പോകരുത്. റിവ്യൂസൊക്കെ നിങ്ങൾ കണ്ടു കാണായിരിക്കും. ഇനി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഞാൻ കണ്ടെടുത്തോളം ഒരാൾ പോലും പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു മൂവി വേണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ലായിരുന്നാണ്. അത്രയും മോശപ്പെട്ട റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇറ്റ്സ് ആഫ്റ്റർ ഓൾ സൂപ്പർ ഹീറോ മൂവി ആൻഡ് ജെയിംസ് ഗണ്ണാണ് ചെയ്തിരിക്കുന്നത്, കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത റിവ്യൂവിൽ നമുക്ക് കാണാം. ആസ് യൂഷ്വൽ സ്റ്റേ ട്യൂൺഡ്.